നാളെ നിയമസഭയിലേക്ക് മാർച്ച് നടത്താനിരിക്കെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സിന്റെ സമരപ്പന്തൽ പോലീസ് ഇന്ന് വെളുപ്പിനെ അഴിച്ചുമാറ്റി. ഇന്ന് പുലർച്ചെ സമരപ്പന്തലിലെ ടാർപോളിൻ അഴിച്ചുമാറ്റിയതോടെ മഴ നനഞ്ഞാണ് ആശാ വർക്കേഴ്സ് കിടന്നുറങ്ങിയത്. ടാർപോളിൻ പിടിച്ചിരിക്കാനും പോലീസ് അനുവദിക്കുന്നില്ല, അതും അനുവദിക്കില്ല എന്ന് തന്നെയാണ് പോലീസിന്റെ നിലപാട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഞങ്ങൾ ഭയക്കുന്നില്ല എന്നുള്ളത് നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കില്ല. ഞങ്ങൾ ഈ ചാനലുകളുടെ സർവൈലൻസിൽ തന്നെയാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങളാരും ഭയക്കുന്നില്ല. സർക്കാർ നന്നായിട്ട് ഭയന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാട്ടിക്കൂട്ടലുകളെല്ലാം നടത്തുന്നത്. പക്ഷേ നമ്മൾ ഇതിനകത്തുനിന്ന് പിന്മാറില്ല എന്ന് ഇപ്പോഴും ഉറപ്പിച്ച് തന്നെ പറയുകയാണ്. പക്ഷേ ഇവരുടെ എല്ലാ തന്ത്രങ്ങളും ഉപയോഗിച്ച് ഇത് പരാജയപ്പെടുത്തുകയാണെങ്കിൽ പരാജയപ്പെടുന്നത് ഞങ്ങളല്ല, അത് ഞങ്ങൾക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇവരാണ് പരാജയം. ഇവർ സമരവിരുദ്ധരാണെന്നും സാധാരണ ജനങ്ങളോടൊപ്പം അല്ല എന്നുള്ളത് പൊതുസമൂഹത്തിന് മുന്നിൽ തെളിയിച്ചു കൊടുക്കുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് സലീം മാലിക് തത്സമയം ചേരുന്നു. സലീം, ഗുഡ് മോർണിംഗ് എഗെയിൻ, പറയൂ. ഗുഡ് മോർണിംഗ്. ഈ സമരം, ആശാവർക്കർമാരുടെ സമരം 21ാം ദിവസത്തിലേക്ക് പിന്നിടുമ്പോൾ ആ സമരത്തിന്റെ ആവശ്യങ്ങളെക്കുറിച്ച്, അത് ന്യായമായ ആവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് രണ്ടാമതൊരു സംശയമില്ലാത്ത ഒരു നിലയിൽ ആ സമരത്തിന് പിന്തുണ ഏറി വരുന്ന സാഹചര്യമുണ്ട്. അതിനിടയിലാണ് സർക്കാർ പലവിധത്തിൽ ആ സമരത്തിനെതിരെ നിൽക്കുന്നത്. അത് പലവിധത്തിലുള്ള പ്രചരണങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. അതിന്റെ ഏറ്റവും ഒടുവിൽ അധിക്ഷേപവും ആക്ഷേപവും പരിഹാസവും ഒക്കെ കടന്ന ഈ സമരക്കാർ SDPI ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിലൊന്നും തളരാതെ ഈ സമരക്കാർ ഇവിടെ തന്നെ തുടരുകയാണ്. കഴിഞ്ഞ 21 ദിവസമായ ആ സമരം തുടരുമ്പോൾ ഏറ്റവും ഒടുവിൽ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന പ്രതികാര നടപടി അത് വല്ലാത്തൊരു നടപടി എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇവിടെ കെട്ടിയിരുന്ന, മഴ നനയാതിരിക്കാൻ ഇന്നലെ വൈകുന്നേരം കെട്ടിയിരുന്ന ടാർപോളിൻ, രാത്രി പുലർച്ചെ 3 മണിക്ക് കനത്ത മഴയായിരുന്നു തിരുവനന്തപുരത്ത് പുലർച്ചെ ഉണ്ടായിരുന്നത്. ആ സമയത്ത് അവിടെ കെട്ടിയിരുന്ന ടാർപോളിനാണ് പോലീസ് ആദ്യം അഴിച്ചു മാറ്റിയത്. ആ ടാർപോളിൻ അഴിച്ചു മാറ്റിയതിന് ശേഷം ഈ സെക്രട്ടേറിയറ്റ് പരിസരത്ത് ടാർപോളിൻ ഉൾപ്പെടെയുള്ളവ കെട്ടാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു പോലീസ് സ്വീകരിച്ച നിലപാട്. പക്ഷേ ഒരാഴ്ചയ്ക്ക് മുൻപ് സെക്രട്ടേറിയറ്റിനടുത്ത് നടത്തിയ സമരത്തിനൊന്നും ഈ നിലപാട് കണ്ടതേയില്ല, സർക്കാരിന്റെ ഭാഗത്തു നിന്നൊന്നും കണ്ടതേയില്ല. അതിനുശേഷം അങ്ങനെ അവർ അഴിച്ചു മാറ്റിയ പുലർച്ചെ മഴ പെയ്യുന്നത്, മുഴുവൻ മഴയും നനഞ്ഞ് കുട പിടിച്ചായിരുന്നു സമരക്കാർ ഇവിടെ തുടർന്നിരുന്നത്. അതിനുശേഷം പിന്നീട് വീണ്ടും മഴ പെയ്തപ്പോൾ ഈ എങ്ങും കെട്ടാതെ ഈ ടാർപോളിൻ തലയ്ക്ക് മുകളിലൂടെ ഇട്ടുകൊണ്ട് അവർ രണ്ടറ്റത്തായി പിടിച്ചുകൊണ്ടായിരുന്നു ഇരുന്നത്. ഏറ്റവും ഒടുവിൽ പോലീസ് ഒരു 9 മണിയോടുകൂടി ഇവിടേക്ക് എത്തിയതിനു ശേഷം അങ്ങനെ പിടിച്ചിരിക്കാനും കഴിയില്ല എന്നുള്ളൊരു നിലപാടാണ് എടുത്തത്. ഇപ്പോഴേതായാലും മഴ പെയ്യുന്നില്ല. മഴ പെയ്താൽ കുട പിടിച്ച് ഇരിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. പക്ഷേ ആ കുട പിടിക്കാനും പറ്റില്ല എന്ന വിചിത്രമായ ന്യായമൊക്കെ ഇനി പറയുമോ എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടുത്തെ ലൈറ്റ് ഉൾപ്പെടെ, ഇവിടുത്തെ തെരുവിളക്കുകൾ ഉൾപ്പെടെ രാത്രിയിൽ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാനായി അണച്ചുകൊണ്ട് ഉൾപ്പെടെയുള്ള പ്രതികാര നടപടികളൊക്കെ നമ്മൾ കണ്ടതാണ്. SKN.